ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോ മങ്കി. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വേം ഫയറിനെ കുറിച്ചാണ്. വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇതുവരെ വേം ഫയർ കളിക്കാത്തവർക്കും വേണമെങ്കിൽ വേം ഫയർ കളിക്കാം. വലിയൊരു പ്രോഫിറ്റ് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം അതിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. സോ വേം ഫയറിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ പീച്ചസ് ഒക്കെ കൺവേർട്ടാക്കി ജാമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് കുറേ ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ച് കുറേ പേർക്ക് ഡൗട്ടുകളുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് മുന്നോട്ട് ചെയ്യുന്ന ഡൗട്ടുകളുള്ളത്. ആ ഡൗട്ടുകളൊക്കെയാണ് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളുടെ മുന്നോട്ടുള്ള ഡൗട്ടുകൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ആദ്യം നിന്ന് നോക്കാം. സോ അതിനായിട്ട് നമ്മൾ നേരെ വേം ഫയറിൽ പോയി നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീനായിരിക്കും കാണുക. സോ അവിടെ 10 മില്യൺ എയർ ഡ്രോപ്പ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് നിങ്ങളുടെ പീച്ചസ് കാണാം. പീച്ചസ് എന്ന് നിങ്ങൾ ടാപ്പ് ചെയ്തുണ്ടാക്കുന്ന പോയിന്റ്സ് ആണ് ഈ പീച്ചസ് എന്നത്. സോ പുതിയൊരു ഷെഡിയൊക്കെ ഇടിപ്പിച്ച് നമ്മുടെ പുഴു സുന്ദരകൂട്ടപ്പനായിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് വരുമ്പോൾ ഇവിടെ ഏറ്റവും മെയിനായിട്ട് ജാം എന്ന് പറഞ്ഞ സംഭവം കാണാൻ പറ്റും. ജാം എന്ന് പറഞ്ഞ സംഭവം. സോ അത് നമ്മൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മളിതിൽ ഫുള്ളായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ 10 മില്യൺ എയർ ഡ്രോപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. സോ ഇവർ പറഞ്ഞതനുസരിച്ച് നമുക്ക് ഇവർ അപ്ഡേറ്റിലേക്ക് പോകാം. ആദ്യം അത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു കൺഫർമേഷൻ വേണ്ടേ. സോ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവരുടെ ആദ്യമുള്ള ഒരു അപ്ഡേറ്റിലേക്ക് പോകാം. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന പ്രകാരം മോർ പീച്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കൺവേർട്ട് ചെയ്യാം, അതിനെ ജാമായിട്ട് കൺവേർട്ട് ചെയ്യാം. സോ ആ ജാം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ യൂസസ് ഉണ്ടാവാം എന്നാണ് പറഞ്ഞത്. സോ ആ യൂസസ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഇതുപോലത്തെ ഒരു എയർ ഡ്രോപ്പ് വേറെ ആരും അവതരിപ്പിച്ചിട്ടില്ല. അതായത് അവർ പറഞ്ഞിരിക്കുന്ന ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു എയർ ഡ്രോപ്പാണ് സംഭവിച്ചത്. അതെന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ആദ്യം തന്നെ പറയുന്നത് വിൽ ജാം ടോക്കൺ ഈസ് പ്ലാനിങ് ടു ബി ലിസ്റ്റഡ്. അതായത് നമ്മൾക്കിപ്പോൾ കിട്ടുന്നത്, അതായത് പീച്ചസ് ഉണ്ട്, ആ പീച്ചസ് കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ പീച്ചസിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ജാമാക്കി മാറ്റുക തന്നെ വേണം, അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. ആ പീച്ചസിന് എത്രയുണ്ടോ, നിങ്ങൾ എത്രത്തോളം പീച്ചസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, ആ പീച്ചസിനെ ഞാൻ ലിമിറ്റ് കാണിച്ചു തരാം. ആ പീച്ചസ് ആവും തോറും, ആ ലിമിറ്റ് ആവും തോറും നിങ്ങൾ അപ്പോൾ തന്നെ അതിനെന്ത് ചെയ്യുക, ജാമായിട്ട് കൺവേർട്ട് ചെയ്ത് ജാമായിട്ട് സൂക്ഷിക്കാൻ നോക്കുക. സോ അതിൽ കൺഫ്യൂഷൻ തീർന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവർ പറയുന്നത് ഇവരെ ടോക്കൺ നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടാവും. WOFR എന്ന് പറഞ്ഞൊരു ടോക്കൺ ആയിരുന്നു. ഇവരുടെ ഡാഷ്ബോർഡിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് പ്രീ സെയിലൊക്കെ ഉണ്ടായിരുന്നു. സോ അതായിരുന്നു ഇവരുടെ ഏറ്റവും ഫസ്റ്റ് ടോക്കൺ. പക്ഷേ അതിൽ നിന്ന് എങ്ങനെയാണ് ഈ ജാം എന്ന് പറഞ്ഞ ടോക്കണിലേക്ക് എത്തിയത്? സോ അതിന് കാരണമായിട്ട് പറയുന്നത് ഇവർ ഈ സ്ലാപ്പ് ആപ്പ് ഡെവലപ്പ് ചെയ്തപ്പോൾ, അതായത് ഒരു 6 മാസം മുന്നൊക്കെ ഡെവലപ്പ് ചെയ്തപ്പോൾ അത്രയധികം യൂസേഴ്സ് ഉണ്ടായിരുന്നില്ല. സോ വളരെ കുറവായിരുന്നു യൂസേഴ്സ്. പക്ഷേ നോട്ട് കോയിൻ സക്സീഡ് ആയതിനു ശേഷം എന്ത് ചെയ്തു, 7 മില്യൺ സംതിങ്ങോളം യൂസേഴ്സാണ് ഇടിച്ചു കയറിയത്. സോ ഇത്രത്തോളം യൂസേഴ്സ് ഇടിച്ചു കയറിയപ്പോൾ ഇവരുടെ ഓഫർ ടോക്കൺ WFR ടോക്കൺ എന്ന സപ്ലൈ വളരെ കുറവാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 800 സംതിങ് മില്യൺ സംതിങ് കോയിനുള്ളൂ. സോ ഈ കോയിൻസ് ഒക്കെ ഈ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഈ എയർ ഡ്രോപ്പ് കളിച്ച ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് തികയില്ല. സോ അങ്ങനെ കൊടുത്താൽ തന്നെ എന്ത് സംഭവിക്കും, ആ കിട്ടുന്ന ആൾക്കാർ അത് വിറ്റ് കളഞ്ഞെന്ത് പറ്റും, അവരുടെ ഡിവാലുവേഷൻ വന്നിട്ട് ആ ടോക്കണിൻ്റെ വാല്യൂ മൊത്തം കുറഞ്ഞ് ആ പ്രൊജക്റ്റ് അങ്ങനെ തന്നെ തകരാനുള്ള ചാൻസസ് ഉണ്ട്. സോ അങ്ങനെ ആയതുകൊണ്ട് ഇത്ര പേരത്തെ യൂസേഴ്സ് വന്നതുകൊണ്ട് എന്ത് ചെയ്തു, അവരൊരു സെക്കൻഡറി മെക്കാനിസം കൊണ്ടു. അതാണ് ജാം എന്ന് പറയുന്നത്. ജാം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ യൂട്ടിലിറ്റി ടോക്കൺ കൊണ്ടു. ലോ യൂട്ടിലിറ്റി ആണ്. അതായത് വേം ഫയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ WFR എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന ടോക്കണെ കമ്പയർ ചെയ്യുമ്പോൾ ജാം എന്ന് പറഞ്ഞ ടോക്കണ് വളരെ യൂട്ടിലിറ്റി കുറവാണ്. ഈ WFR എന്ന് പറഞ്ഞ ടോക്കൺ മോസ്റ്റ്ലി ചിലപ്പോൾ നമ്മുടെ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലൊക്കെ റിലീസ് ചെയ്യും, എന്തായാലും റിലീസ് ചെയ്യും. പക്ഷേ ജാം എന്ന് പറഞ്ഞ ടോക്കൺ ചിലപ്പോൾ അവർ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ജാം എന്ന് പറഞ്ഞ ടോക്കൺ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ റിലീസ് ആവുമെന്ന്. പക്ഷേ അവരൊരു കൺഫർമേഷൻ തന്നിട്ടുണ്ട്, ജാം എന്ന് പറഞ്ഞ ടോക്കൺ എവിടെ റിലീസ് ചെയ്യും, ഡെക്സിൽ ലിസ്റ്റിംഗ് ചെയ്യാനുള്ള പ്ലാനിങ് അവർക്ക് ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെക്സ് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകൾ. സോ നിങ്ങൾക്കൊരു ഫാൻഡം വാലറ്റോ അങ്ങനെ എന്തെങ്കിലും വാലറ്റ് ഉണ്ടെങ്കിൽ, ഫാൻഡം വാലറ്റ് ഉണ്ട്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്. സോ അങ്ങനത്തെ വാലറ്റ് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാലറ്റ് ത്രൂ എന്ത് ചെയ്യാം, ഇതിനെ കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ USDT അല്ലെങ്കിൽ സബ്സിക്വൻറ്റ് ടോക്കൺ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ മാറ്റാൻ സാധിക്കും. സോ ഇപ്പോഴത്തെ അവസ്ഥയിൽ പിന്നെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇനി എന്താണ് ഇവരുടെ ഫ്യൂച്ചർ പ്ലാൻ, ജാം എന്ന് പറയുന്ന സാധനം കിട്ടിക്കൊണ്ട് എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുക. സോ അതിനുള്ള ആൻസറും ഇവർ പറഞ്ഞിട്ടുണ്ട്. സോ അതിൽ പോകുന്നതിന് മുന്നേ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൺവേർഷൻ റേറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് 1 മില്യൺ പീച്ചസ് നിങ്ങൾ ടാപ്പ് ചെയ്തുണ്ടാക്കുന്ന എല്ലാതും പീച്ചസ് ആണ്. സോ 1 മില്യൺ പീച്ചസ് എന്ന് പറയുന്നത് 10 ജാമാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 1 മില്യൺ പീച്ചസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ജാം കോയിൻ കിട്ടും. ഓക്കെ, അതിനുശേഷം അവർ പറഞ്ഞിരിക്കുന്നത് ഈ കിട്ടിയ ജാം കൊണ്ട് എന്താണ് നിങ്ങൾക്ക് യൂസ്, അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്ലോ ഇങ്ങനെയാണ്. നമുക്ക് പീച്ചസ് ഉണ്ട്, പീച്ചസ് കൺവേർട്ട് ചെയ്ത് ജാം ആക്കുന്നു. ആ ജാം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ജാം കൊണ്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ അവർ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കൺവേർട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കാം, ടോക്കണായിട്ട് വിറ്റ് നമുക്ക് ഏതെങ്കിലും കോയിനായിട്ട് മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ വന്ന് ഇവർ റൂലറ്റ് കൊണ്ടുണ്ട്, അതായത് ഒരു കറക്കണ ഒരു ഇത്. അപ്പോൾ ആ സംഭവത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് അതിലെന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ജാം ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കറക്കി അതിൽ നിന്ന് കിട്ടുന്ന ഗിഫ്റ്റുകൾ എടുക്കാൻ പറ്റും. സോ അവിടെ ഒരു ആക്ഷൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആദ്യം തന്നെ ഈ വാലറ്റിൽ നിങ്ങളുടെ ഗെയിമിൽ വാലറ്റ് ആദ്യം എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. സോ നമ്മൾ ഓൾറെഡി എൻ്റെ വാലറ്റ് കണക്ഷനൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ് കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ ട്വിറ്റർ അക്കൗണ്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഡെയിലി അവരിടുന്ന പോസ്റ്റുകൾ, വെയിംഫെയർ ഇടുന്ന പോസ്റ്റുകൾ അത് റീപോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിലൊരു ആക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 3 സ്പിൻ വെച്ച് ഒരു ദിവസം കിട്ടും. ആ 3 സ്പിന്ന് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. ഇനി അഡീഷണലി നിങ്ങൾക്ക് സ്പിന്ന് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പിന്നിന് 50 ജാമ് കൊടുക്കേണ്ടി വരും. ഇത്ര കോസ്റ്റ് ഉണ്ട് ആ ഒരു സ്പിന്നിന് എന്ന് പറയുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഇനി നിങ്ങൾ 3 ടൈം കറക്കി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വീണ്ടും കറക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വീണ്ടും സ്പിന്നിന് ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, 3 USDT കൊടുത്തിട്ട് വേണം നിങ്ങൾക്ക് കൊടുക്കാനായിട്ട്. അതായത് ഒരു 240 രൂപ കൊടുത്താലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്കാനായിട്ട് പറ്റുള്ളൂ. സോ അത് കറക്കിയാൽ തന്നെ 10 സ്പിന്നിന് മേലെ നിങ്ങൾക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റില്ല. സോ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, വീല് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും കറക്കിയിരിക്കുക. സോ അതിനർത്ഥം അവരുടെ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ജാം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. ഇത് കംപ്ലീറ്റ്ലി അപ് ടു യു ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കിട്ടുന്ന ഗിഫ്റ്റുകൾ നമുക്ക് എന്തിട്ടാന്ന് നോക്കാം. അതായത് ഇവിടെ ഗിഫ്റ്റുകൾ വന്ന് ഫസ്റ്റ് വന്ന് WFR ടോക്കൺസ് ആണ്. സോ WFR ടോക്കൺസിന് ഓൾറെഡി ചിലപ്പോൾ ഇപ്പോൾ കാണുന്ന ജാമിനേക്കാളും ഹൈ വാല്യൂ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവും. സോ നിങ്ങൾ കറക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എന്തായിരിക്കാം, WFR ടോക്കൺ ആയിരിക്കാം. അല്ലെങ്കിൽ രണ്ടാമത്തെ ബന്ധം API ഇൻക്രീസ് വൗച്ചേഴ്സ് ആണ്. സോ ഇതിനെക്കുറിച്ച് എനിക്കും കൃത്യമായിട്ട് മനസ്സിലായില്ല, എന്തോ സ്റ്റേക്ക് ചെയ്യുമ്പോൾ കാര്യങ്ങളായിരിക്കും പറയുന്നത്. പിന്നെ മൂന്നാമത് പറയുന്നത് ബോൺസ് ആണ്. നാലാമത് പറയുന്നത് USDT ആണ്. ഈ ബോൺസും API ഇൻക്രീസ് വൗച്ചേഴ്സും ഇവരുടെ ഗെയിമായിട്ട് റിലേറ്റ് ആയ എന്തെങ്കിലും ആവാനാണ് ചാൻസ്. USDT എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു US ഡോളറിൻ്റെ ഒരു പെഗ് ചെയ്തിട്ടുള്ളൊരു കോയിനാണ്, ക്രിപ്റ്റോയിലെ കോയിനാണ്. സോ ഇങ്ങനത്തെ 2 കോയിൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, WFR ടോക്കണും USDT നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. മറ്റുള്ള 2 ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ യൂട്ടിലിറ്റി എന്താണെന്ന് നമ്മൾ കുറച്ചുകൂടി പഠിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഇത് വന്നതിന് ശേഷം അതിൻ്റെ യൂട്ടിലിറ്റി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ അത് വന്നതിന് ശേഷം നമ്മൾ എന്തായാലും സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് എന്തായാലും പറഞ്ഞു തരുന്നതായിരിക്കും. സോ അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, എന്തായാലും നിങ്ങൾ സ്പിന്ന് ചെയ്യുമ്പോൾ ഗ്യാരണ്ടി ആയിട്ട് ഈ 4 എണ്ണത്തിൽ എന്തായാലും കിട്ടിയിരിക്കും. അല്ലാതെ ഒരെണ്ണം ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞൊരു കോളം ഇല്ല. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ 4 എണ്ണത്തിൽ എന്തായാലും നിങ്ങൾക്ക് മസ്റ്റായിട്ട് കിട്ടിയിരിക്കും. സോ കറക്കുന്നത് വർത്തായിരിക്കാൻ ചാൻസ് ഉണ്ട്. ബാക്കിയുള്ള 2 ഓപ്ഷൻ ഒഴിച്ച് ബാക്കിയുള്ള 2 കിട്ടിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വർത്താവാനുള്ള ചാൻസ് ഉണ്ടോ. പിന്നെ മിനിമം വിഡ്രോലൊക്കെ എന്തായാലും അവർ പറഞ്ഞിട്ടുണ്ടാവും. സോ അത് നമുക്ക് നോക്കേണ്ടി വരും, എന്തൊക്കെയാണ് മിനിമം വിഡ്രോലോ, അല്ലെങ്കിൽ അത് ഫ്യൂച്ചറിൽ ഇത് വന്നതിന് ശേഷമായിരിക്കും നമുക്ക് പറയാൻ പറ്റുള്ളത് എങ്ങനെയാണ് അവർ മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ അടുത്ത് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ജാംസ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ടാപ്പ് ചെയ്ത് മാത്രമല്ല, സ്ലാപ്പ് ചെയ്ത് മാത്രമല്ല നമുക്ക് ഈ ജാംസ്, നമുക്ക് പീച്ചസ് കിട്ടുക. സ്ലാപ്പ് ചെയ്ത് നമുക്ക് പീച്ചസ് കിട്ടുന്നു, ആ പീച്ചസിന് എന്തായിട്ട് മാറ്റുന്നു, നമ്മൾ ജാം ആക്കിയിട്ട് മാറ്റുന്നു. ആ ജാം കിട്ടുന്ന എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ജാം കൊണ്ട് വീല് കറക്കുന്നു. വീല് കറക്കി കഴിഞ്ഞാൽ വോഫറും API വോച്ചേഴ്സും USDT ബോൺസ് കിട്ടുന്നു. ഇനി അഡീഷണൽ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവറി ഡേ സിൻസ് ദ അക്കൗണ്ട് വാസ് ക്രിയേറ്റഡ് ദ പ്ലെയർ റിസീവ്സ് 5 ജാം. അതായത് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം ഓരോ ദിവസവും 5 ജാം കിട്ടുന്നവർ പറഞ്ഞിട്ടുണ്ട്. സോ അത് കളക്ട് ചെയ്യുന്ന സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ രണ്ടാമത് പറയുന്നത് എമൗണ്ട് ഓഫ് കംപ്ലീറ്റഡ് ക്വസ്റ്റ്, അതായത് നിങ്ങൾ ഇവർ തന്നിരിക്കുന്ന ക്വസ്റ്റുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് 10 ജാം കിട്ടിക്കൊണ്ടിരിക്കും. അടുത്ത പോയിന്റ് വന്ന് വിന്നിങ് ആൻഡ് ഓപ്ഷനാണ്. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഓപ്ഷനാണ്, അത് ഓപ്ഷനാണ്. സോ അത് പൈസ കൊടുത്ത് തന്നെ ചെയ്യേണ്ടി വരും. സോ അത് നിങ്ങൾ വെരി ചെയ്യുന്നത് കണ്ട പൈസ ഉള്ളവർ വേണമെങ്കിൽ ആ ഓപ്ഷനിൽ പങ്കെടുത്തോളൂ. നാലാമത് പറഞ്ഞിരിക്കുന്നത് ഇൻവൈറ്റ് 10+ ഫ്രണ്ട്സ്, അതായത് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് 100 അഡീഷണൽ ജാംസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത് വന്ന് ഡെയിലി സ്ലാപ്പ് ലോഗിൻ, ഇവരുടെ ആപ്പിൽ ഡെയിലി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അഡീഷണലി 10 ജാംസ് കൂട്ടിച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ നിങ്ങൾ ആലോചിക്കുക, 10 ജാംസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 1 മില്യൺ കോയിൻ ആയാൽ മാത്രമാണ് 10 ജാം കിട്ടുകയുള്ളൂ. സോ ഇങ്ങനത്തെ ആക്ടിവിറ്റി വഴി ജാം കിട്ടുകയാണെങ്കിൽ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, സ്പിൻ ചെയ്യാം. പിന്നെ സ്പിൻ ചെയ്യണോ ജാം എടുത്ത് വെക്കണോ എന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷനാണ്. പക്ഷേ ആസ് ഓഫ് നോ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരെ ബോട്ടിലേക്ക് പോവാം. അപ്പോൾ ബോട്ടിൻ്റെ ഇൻ്റർഫേസ് എത്തുമ്പോൾ നിങ്ങൾ കുറേ പേർക്ക് കുറേ ഡൗട്ട് ഉണ്ടാവും, ടെലഗ്രാം കണക്ട് ആവാത്തതും വാലറ്റ് കണക്ട് ആവാത്തതും. അത് ഏറ്റവും അവസാനം വീഡിയോയുടെ അവസാനം നമ്മൾ പറയുന്നതായിരിക്കും. സോ നമ്മൾ ആദ്യം നിൽക്കുന്നത് 10 മില്യൺ എയർ ഡ്രോപ്പാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. പീച്ചസ് കൂടെ നിങ്ങൾക്കൊരു ഉപകാരമില്ല, അതിനെ ജാമായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യണം. പിന്നെ ഒരുപാട് പേർക്ക് സിസ്റ്റം ഈ തുടക്കം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ നീക്കി കുറേ പോയിന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ പോയിന്റ്സ് ഉണ്ടാകുന്നവരുടെ പോയിന്റ്സ് അവർ ഡിഡക്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. ചിലവർ കീപ്പ് ചെയ്യുന്നുണ്ട്, ചിലവർ ഉണ്ടാവുന്നുണ്ട്, ചിലവർ 0 ആയിട്ടുണ്ട്. സോ ഞാൻ എല്ലാ പ്രാവശ്യം എല്ലാ ബോട്ടുകളും പറയുന്ന പോലെ നിങ്ങൾ ഏത് ഡ്രോപ്പ് ഇറങ്ങിയാലും ഓടിച്ചെന്ന് അതിനുള്ളിലേക്ക് ഒന്ന് ഇടപെടാൻ നിൽക്കേണ്ട. ഇടപെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ബഗ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് 0 ടോക്കൺസ്, നിങ്ങൾ ഇതുവരെ എടുത്ത എഫേർട്ട് ഒക്കെ വെറുതെ ആവും. സോ അതുകൊണ്ട് ക്ഷമയോടെ പതുക്കെ മാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. സോ നമ്മൾ 10 മില്യൺ എയർ ഡ്രോപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏൺ എന്ന് പറഞ്ഞ ടാബ് കാണാൻ പറ്റും. സോ എല്ലാ ദിവസം ഈച്ച് ഡേ സിൻസ് അക്കൗണ്ട് രജിസ്ട്രേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഡെയിലി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ജാം നമുക്ക് കളക്ട് ചെയ്യാം. സോ ഇത് മറക്കരുത്, എല്ലാ ദിവസവും നമ്മൾ കയറിയിട്ട് എന്ത് ചെയ്യുക, ഈ ജാം കളക്ട് ചെയ്യുക. സോ ഓരോ ദിവസം നമ്മൾ അക്കൗണ്ട് ഉണ്ടായതിനു ശേഷം എനിക്ക് അക്യുമുലേറ്റ് ആയിട്ട് 3 ദിവസം കളക്ട് ചെയ്തിട്ടുണ്ടായില്ല, അതുകൊണ്ടാണ് എനിക്ക് 15 കാണിച്ചത്. അല്ലാതെ ഓരോ ദിവസം എന്ത് ചെയ്യും, 5 കിട്ടും. സോ ഇവിടെയുള്ള സാധനങ്ങൾ നിങ്ങൾ എല്ലാവരും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് കളക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാ ദിവസവും വന്നുകൊണ്ടായിരിക്കുന്നത് കാണാൻ പറ്റും.
പിന്നെ ലീഗിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു ജാമ കിട്ടുന്നുണ്ട്. അത് ലെജൻഡറി ലീഗ്, അതുപോലെ തന്നെ എപ്പിക് ലീഗ്, അങ്ങനെ ഓരോ ലീഗുകളുണ്ട്. ഈ ലീഗിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാതെ വേറെ ഒരു വഴിയില്ല, ടാപ്പ് ചെയ്യാണ്ട് എത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാപ്പ് ചെയ്താൽ മാത്രമാണ് ഇപ്പോൾ നിങ്ങളുടെ പോയിന്റ് ഇതാണ്. സോ ഇവിടെ ഞാൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ലീഗ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാനിപ്പോൾ ലെജൻഡ് ലീഗിലാണ്. ഇപ്പോൾ 0.63 എൻ്റെ പോയിന്റ്. സോ ഇത് ഞാൻ തിരിച്ച് വന്ന് ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പോയിന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ, ഞാൻ വീണ്ടും അവിടേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം പോയിന്റ് കൂടിയിട്ടുണ്ട്. ആ പോയിന്റ് കൂടുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് ടാപ്പ് ചെയ്ത് കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് ആ പോയിന്റ് കൂടുന്നത്. സോ അത് കൂട്ടി 100 മില്യൺ എത്തിയാലാണ് എൻ്റെ അടുത്ത ലീഗിലേക്ക് എത്തുള്ളൂ. സോ അത് നിങ്ങൾ ടാപ്പ് ചെയ്താൽ മാത്രമാണ് അടുത്ത ലീഗിലേക്ക് എത്തുള്ളൂ. സോ ആ ലീഗിലേക്ക് എത്തുന്നത് കൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജാം ഏൺ ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഞാൻ ജാം എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാമെന്ന് നമ്മൾ കാണിച്ചു തരാം. സോ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. സോ നിങ്ങൾ എപ്പോഴൊക്കെ 1 മില്യൺ ആവുന്നോ അതിനെന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്ത് പീച്ചസ് ആക്കാൻ നോക്കുക. സോ ഇവിടെ വെറുതെ വന്നാൽ മതി. 90 മില്യൺ ഓൾറെഡി എത്ര മില്യൺ എൻ്റെ ഒരു പീച്ചസ് എന്ന് കാണുന്നുണ്ട്, അതിന് എത്ര ജാം കിട്ടുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ജാം ബാലൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, വെറുതെ വന്നിട്ട് മേക്ക് ജാം എന്ന് പറഞ്ഞ ബോട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിവിടെ കാണാൻ പറ്റും. ഞാനൊന്ന് ബാക്ക് അടിക്കുന്നു, തിരിച്ചു വരുമ്പോൾ എൻ്റെ ബാലൻസ് അവിടെ ഇൻക്രീസ് ആയത് കാണാൻ പറ്റും. സോ ഇങ്ങനെയാണ് നിങ്ങൾ ജാമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഒറ്റ ക്ലിക്ക് മതി. സോ ഒറ്റ ക്ലിക്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ കയ്യിലുള്ള പീച്ചസിനെ ജാമായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടാബിലുള്ളൂ. പിന്നെ ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ ബട്ടൺ നിങ്ങൾക്ക് കാണാം. അത് നമ്മൾ ചെയ്ത അതേ മെത്തേഡിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നത്. എക്സ്ചേഞ്ച് നിൽക്കി കഴിഞ്ഞാൽ നമ്മൾ നേരെ എക്സ്ചേഞ്ചിലേക്ക് പോകും. ഏൺ നിൽക്കി കഴിഞ്ഞാൽ താഴെ വന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് ഏൺ ചെയ്യാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ നിങ്ങൾ എല്ലാ ദിവസവും ഇത് ലോഗിൻ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. ഇനി ഇതിൽ കൂടുതൽ അപ്ഡേറ്റ് ഒന്നുമില്ല. ഇവിടെ ഏൺ ടാബിൽ വരുന്ന പാർട്ട്ണർ എൻഗേജ്മെൻറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ്, ഏതെങ്കിലും വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈക്ക് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, റീട്വീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫോളോ ചെയ്യുക, അങ്ങനെ തന്നെ ആക്ടിവിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. സോ അതിന് ശേഷം എന്ത് ചെയ്യും, ജാം കിട്ടും. ആ ജാം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അതിന് ഇൻഫർമേഷൻ വേണമെങ്കിൽ ഇവിടെ നിൽക്കാൾക്കും WTF FFS എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാൾക്കും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജാമിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഇവിടെ അറിയാൻ പറ്റും. എത്രയാണ് കൺവേർഷൻ റേറ്റ്, ആ ജാം എന്ത് വേണ്ട ഹോൾഡ് ചെയ്ത് വയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്ത് വയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, സെല്ല് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സ്പിൻ ചെയ്ത് വീൽ ചെയ്ത് നമുക്ക് ഇങ്ങനത്തെ ടോക്കൺസും ഇതുപോലത്തെ യൂട്ടിലിറ്റി ആയിട്ടുള്ള കാര്യങ്ങളും വേണമെങ്കിൽ അത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിന് ഇൻഫർമേഷനൊക്കെ നമുക്ക് തരാം. 50 ജാമാണ് ഒരു സ്പിന്നിന് ചിലവാകുന്നത്. സോ നിങ്ങളൊക്കെ നോക്കി കണ്ടൊക്കെ ചിലവഴിച്ചാൽ മതി. കാരണം ഇപ്പോൾ ഈവൻ ജാമിന് നല്ല വാല്യൂ കിട്ടുമെന്ന് വിചാരിക്കുക. എന്നാൽ ജാം എന്ന് പറഞ്ഞാൽ ടോക്കണിന് നല്ല വാല്യൂ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അതായിരിക്കില്ല ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് സെല്ല് ചെയ്ത് കളയേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ഇൻ കേസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ച് വീഡിയോസ് ഞാൻ നോക്കാം. കുറേ ആൾക്കാരുടെയൊക്കെ അനുഭവങ്ങളൊക്കെ ഞാൻ എന്തായാലും ഇത് ഷെയർ ചെയ്യാം ഈ സ്പിന്നിങ് വീൽ വന്നതിന് ശേഷം. സോ അങ്ങനെ അത് വന്നതിന് ശേഷം നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാം. അതായത് ഇത് കറക്കുന്നതാണോ അതോ ഇവിടെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് ജാം വെക്കുന്നതാണോ ഏറ്റവും ബെറ്റർ എന്ന് നിങ്ങൾക്ക് അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. എന്നിട്ട് മാത്രം നിങ്ങളൊരു സ്പെൻഡ് ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതുവരെ ജാം ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ അതിനുള്ള ഡൗട്ടൊക്കെ എല്ലാവരും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.